ഒരുപക്ഷെ കുഞ്ചാക്കോ ബോബന്റെ ആദ്യകാല സിനിമകളിൽ പ്രണയത്തിനധികം പ്രാധാന്യമില്ലാത്ത ഒരേയൊരു സിനിമ അതിതായിരിക്കും. അക്കാലത്തിറങ്ങിയ പുള്ളിയുടെ സിനിമകളിൽ ഏറ്റവും കോമഡിയുള്ള പടവും ഇതുതന്നെയായിരിക്കും. ഒരു പ്രോപ്പർ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് മൂവി എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു ഐറ്റം. ഒരുപാട് ലോജിക്കൊന്നും നോക്കാൻ പാടില്ലാത്ത ഈ ഒരു സിനിമ ഇന്ന് കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പഴയതുപോലെ വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ കുട്ടിക്കാലത്ത് ഇവർ ആ ഡെഡ് ബോഡി കൊണ്ട് കളിക്കുന്നതും ഓൾറെഡി മരിച്ചയാളെ കൊല്ലാൻ വരുന്ന അധോലോക ഗുണ്ടയും ഒക്കെ ഒന്നൊന്നര കോമഡികളായിരുന്നു. ഈ അടുത്തിടെ അന്തരിച്ച കലാഭവൻ നവാസ്, ജഗദീഷ് ശ്രീകുമാർ, കൊച്ചിൻ ഹനീഫ സിദ്ദീഖ്, പിന്നദാ ഈ പുള്ളിയും. ഇവരൊക്കെയാണ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത്. പിന്നെ പടത്തിലെ നായിക ആളെ ഞാൻ രണ്ട് സിനിമകളിലേ കണ്ടിട്ടുള്ളൂ. ഒന്ന് ദിലീപിന്റെ മീനത്തിൽ താലികെട്ട്, മറ്റൊന്ന് ഇത്. എനിവേസ്, ഈ സിനിമയൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ സിനിമ അറിയാത്തവരുണ്ടെങ്കിൽ, അതായത് ഈ പടം ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കണ്ടു നോക്ക്. കാരണം 90കളുടെ അവസാനത്തിൽ, കൃത്യമായി പറഞ്ഞ 99ലൊക്കെ മലയാളം സിനിമയിൽ ഇറങ്ങിയിരുന്നത് ചില റാൻഡം സിനിമകൾ മാത്രമായിരുന്നു. ഇവിടെ മുതൽ ഏതാണ്ട് 2002-2003 കാലഘട്ടം വരെ മലയാളം സിനിമയ്ക്ക് മോശം സമയമായിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ 99ലൊക്കെ ഇറങ്ങിയ മറ്റു റാൻഡം സിനിമകളെക്കാൾ ഡീസന്റും വാച്ചബിളുമാണ് ഈ സിനിമ. പിന്നെ കുഞ്ചാക്കോ ബോബൻ വന്നതിനു ശേഷം വിത്തിൻ നോ ടൈം മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ആക്ടർ ഡാൻസറായി പുള്ളി മാറിയതുകൊണ്ട് പുള്ളിയുടെ മിക്ക പടത്തിലും ഒരു നൈസ് ഒരു അടിച്ചുപൊളി പാട്ട് കാണും, അഥവാ ഒരു ഡാൻസ് നമ്പർ. അങ്ങനെ ഒരു പാട്ട് ഈ പടത്തിലും ഉണ്ടായിരുന്നു.